ഹലോ നമസ്കാരം. പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എല്ലാം കളിഞ്ഞ് തെളിഞ്ഞ് എല്ലാവരും കൂടെ സ്നേഹത്തിലൊക്കെ ആയിരിക്കുകയാണ്. നവ്യയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നയനിയും ആദർശവും അറിഞ്ഞ് അത് എല്ലാവരെയും അറിയിച്ചിരിക്കുക കേട്ടോ. കനകയും ഗോവിന്ദനും നന്ദുവും അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അറിയാത്തവരായിട്ടുള്ളത് ജലജയും അഭിയും അവന്തികയും മാത്രമാണ് അനന്തപുരിയിലുള്ളത്. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിയെ പൂട്ടാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം അത് നടക്കില്ല എന്നറിയുമ്പോൾ നന്ദുവിന് ഭയങ്കര വിഷമാവുകയാണ്. പക്ഷെ നയനയും നവിയും പറയുന്നുണ്ട്, എങ്ങനെയായാലും നിൻ്റെ വിവാഹം നടത്താൻ ഞങ്ങൾ ശ്രമിക്കും, ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ആ വിവാഹത്തിന് നവീൻ പിന്മാറാത്തിടത്തോളം കാലം നടക്കില്ല എന്നുള്ളൊരു ചിന്തയിൽ വരിക. പക്ഷേ അതിനൊക്കെ ശേഷം നവീൻ തന്നെ ഇതെല്ലാം നടത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ അനന്തപുരിയിൽ എത്തുകയാണ് നമ്മുടെ ആനിയും നന്ദുവും കൂടെ. ഈ വിവരം അറിയുമ്പോഴേക്കും ജാനകിയും അജയനും ഒന്നും സമ്മതിക്കുന്നേയില്ല. കാരണം അവരുടെ സാന്നിധ്യത്തിൽ പോലും അല്ല വിവാഹം നടക്കുന്നത്. അവർ പൊട്ടിത്തെറിക്കുക, ഒരിക്കലും അവിടെ താമസിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന അനുസരിച്ച് നമ്മുടെ അനിയും നന്ദുവും കൂടെ അനന്തപുരി വിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ഇനിയിപ്പോൾ അനിയുടെയും നന്ദുവിൻ്റെയും കുറേ റൊമാൻറ്റിക് രംഗങ്ങളും അവർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും അവർ അനന്തപുരിയിൽ നിന്ന് മാറി താമസിക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ള കുറേ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് വരാനുള്ളത്. അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ 1,00,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താകാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സഹായിച്ചാൽ നമുക്കത് ഉടനെ തന്നെ എത്താൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അങ്ങനെ നവ്യ എത്തിയിരിക്കുകയാണ് നന്ദാവനത്തിൽ. അപ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ന്യായമായ സംശയം തന്നെ ഉണ്ടായിരുന്നു, ഇവളെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അതെ നവ്യേച്ചി തന്നെയാണ്. അപ്പോൾ ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇവള് കാരണം ഞങ്ങൾക്ക് നാണക്കേടേ ഉണ്ടായിട്ടുള്ളൂ എന്ന് കനക പറയാം. അപ്പോൾ ഉടനെ നയന പറയുന്നുണ്ട്, അതെ അമ്മയെന്ന് ചെന്ന് ചേച്ചിയോട് പറഞ്ഞില്ലേ, അത് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ചേച്ചി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷെ നമ്മളെ ആരെയും അത് അറിയിച്ചില്ല. ചേച്ചി പിന്നീട് ആബിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കളികളാണ് കളിച്ചതെന്ന് പറയാം. ആദർശാണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ഒക്കെ തന്നില്ലായിരുന്നോ നമിത എന്ന് പറയുന്ന പെൺകുട്ടി, ആ കുട്ടിയെ സഹായിച്ചത് നവ്യയാണ്, നവ്യയുടെ ഫ്രണ്ടാണ് അത് എന്ന് പറയാണ്. അപ്പോൾ ഇവരെല്ലാം അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്, നവ്യ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ള രീതിയിൽ. അപ്പം കനകയ്ക്ക് സന്തോഷമാവുക. കനക പറയുന്നുണ്ട്, ആണോ, എന്നിട്ട് നീ എന്താ ഇത് ഞങ്ങളോടൊന്നും പറയാതിരുന്നേന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതെ നിങ്ങളെല്ലാവരും എന്നെ കുറേ നാൾ കുരങ്ങ് കളിപ്പിച്ചില്ലേ, ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ അറിയിക്കാതെ കുറേ നാൾ മറച്ചു വെച്ചു, അതിൻ്റെ പ്രതികാരം നിങ്ങളോട് ഞാൻ ചെയ്തതെന്ന് പറയാം. അപ്പം ഇനിയും ഇങ്ങനെ തന്നെ നാടകം കളിക്കാൻ പോവുകയാണെന്നും അബിയുടെ മുമ്പിൽ സത്യങ്ങളൊന്നും വിളിച്ച് പറയാൻ പോകുന്നില്ലെന്നും ഒക്കെ നവ്യ പറയാണ്. അബിയെ പൂട്ടണം, ആ അനഘ അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് വരെ അബി ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ദിവസം ചിലവഴിക്കാനായിട്ട് പോകുന്നു. അതേസമയം നമ്മുടെ നന്ദുവിനെ അനി വിളിക്കുന്നു. ആനി വിളിച്ചു കഴിയുമ്പോഴേക്കും നന്ദു ഫോണെടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നീ ഇതെല്ലാം അറിഞ്ഞിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് എടി നിങ്ങൾക്കതൊരു സസ്പെൻസ് ആകട്ടെ എന്ന് വെച്ചിട്ടാണ്. സസ്പെൻസ് പൊളിക്കേണ്ട കാര്യമില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നയനേച്ചി അങ്ങനെ ചെയ്തത്. നവ്യേച്ചി എല്ലാ വിവരങ്ങളും അറിഞ്ഞു. ഇവിടെ ഇനിയിപ്പോൾ അറിയാനായിട്ട് അബിയും അപ്പച്ചിയും അതുപോലെ അവന്തികയും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാമെന്ന് പറയാം കേട്ടോ. അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് നന്ദു അപ്പോഴേക്കും നയനയും നവിയും കൂടെ അങ്ങോട്ട് വരുന്ന കാണുകയാണ്. നന്ദുവിൻ്റെ റൂമിലേക്ക് വരിക. അപ്പോൾ പെട്ടെന്ന് നന്ദു ഫോൺ കട്ട് ചെയ്യുക. അതേസമയം നയനയും നവിയും കൂടെ ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ആരാടി എന്ന് ചോദിക്കുമ്പോൾ നവിയ ഫോൺ പിടിച്ച് വാങ്ങി, എങ്ങ് തന്നെ നോക്കട്ടെ എന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാന്ന് പറയാം. സ്റ്റേഷനിൽ നിന്നോ, നോക്കിയിട്ടുള്ളല്ലോ കാര്യം എന്ന് പറഞ്ഞ് നമ്പർ എടുത്ത് നോക്കുമ്പം അനിത എന്ന് കാണും. അനിതയോ എന്ന് പറഞ്ഞ് നയന ഫോൺ മേടിച്ചിട്ട് നോക്കുമ്പോൾ അത് അനിയുടെ നമ്പറാണ്. അപ്പോൾ ഉടനെ തന്നെ നയന ചോദിക്കുന്നുണ്ട്, ഇത് അനിയുടെ നമ്പറാണല്ലോ എന്ന് ചോദിക്കുമ്പം നന്ദു ആകെപ്പാടെ നാണം കെട്ടി ചമ്മി നാറിയൊക്കെ നിൽക്കുന്ന എപ്പിസോഡാണ് ഇന്ന് കാണിച്ച് നിർത്തിയതേ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അങ്ങനെ നാണം കെട്ടിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ തന്നെ നയന പറയുന്നുണ്ട്, മോളെ നീ ഇപ്പോഴും അനിയെ വിളിക്കുന്നുണ്ടോ, നിന്നോട് എല്ലാവരും പറഞ്ഞാലേ അനിയെ വിളിക്കരുതെന്ന്, എന്നിട്ട് നിങ്ങളിപ്പോഴും വിളിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം പറയാം, അത് ചേച്ചി അതെങ്ങനെയാണ് എനിക്കറിയില്ല എന്ന് പറയണം. അപ്പം നവി പറയുന്നുണ്ട്, എടീ നിൻ്റെ വിവാഹം നവീനുമായിട്ടൊക്കെ ഏകദേശം ഉറപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ, പിന്നെ എന്തിനാ വെറുതെ നീ ആ അനിയെ വിഷമിപ്പിക്കുന്നത്, എന്തിനാ അവനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പം നന്ദു പറയാം, അത്
എനിക്ക് എനിക്ക് താങ്ങാനാവില്ല അതൊന്നും. അനിയ എന്നെ വിളിക്കുന്നത്. കാരണം നവീനേട്ടനുമായിട്ട് വിവാഹം ഉറപ്പിച്ചെന്ന് നിങ്ങളൊക്കെയല്ലേ പറയുന്നത്. എൻ്റെ ഈ ആഗ്രഹം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് അനിയും ഒന്നിച്ച് ജീവിക്കാൻ തന്നെ ഇഷ്ടം. അനിക്കും അതെ. ഞങ്ങൾക്ക് അങ്ങനെ വേർപിരിയാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ നവി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താടി നീ ഇവിടെ ഇത് പറയാത്തത്? നിനക്ക് ധൈര്യമായിട്ട് അച്ഛനോടും അമ്മോടും കാര്യം വിളിച്ച് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പറയാഞ്ഞിട്ടാണോ? ഞാൻ പ്രതികരിക്കേണ്ടടുത്തെല്ലാം പ്രതികരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും അത് അംഗീകരിക്കുന്നില്ല. നവീനേട്ടൻ്റെ വീട്ടുകാരൊക്കെ വന്ന് ഉറപ്പിച്ചു. നവീനേട്ടൻ്റെ അച്ഛൻ വരുമ്പോൾ വിവാഹം നടത്താനും തീരുമാനിച്ചു. അവിടെയാണെങ്കിൽ അനന്തപുരിയിലുള്ള ആർക്കും ഞങ്ങൾ ഒന്നിക്കുന്നത് ഇഷ്ടമില്ല, പ്രത്യേകിച്ച് അനിയുടെ അമ്മയ്ക്ക്. അനിയുടെ അമ്മ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അനിയാണെങ്കിലും ചെന്ന് നവീനേട്ടനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. പക്ഷെ പുള്ളിക്കാരൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. എല്ലാവരും കൂടെ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കായിരുന്നെങ്കിലെന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, എടി ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. അതുപോലെ നിനക്കും അവനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം. അന്നേ ഞാനത് തീരുമാനിച്ചതാ. നിങ്ങൾ രണ്ടുപേരും ഇത്രയും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കണം. അല്ലാതെ നവീനുമായിട്ടല്ല നിങ്ങൾ ഒന്നിച്ച് പോകേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചതാണെന്ന് പറയാം. അപ്പം നയനെ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ആദർശേട്ടന് ഞാനും അത് എപ്പോഴും പറയും, അനിയും നന്ദും കൂടി ഒന്നിക്കണമെന്ന്. പക്ഷേ വീട്ടിലുള്ളവർക്ക് ആർക്കും അതിനോടൊന്നും ഒരു താല്പര്യവും. പിന്നെ ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാ മോളെ എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ഇനിയിപ്പം? അതൊന്നും ഇനിയിപ്പം സംസാരിക്കണ്ട, വരുന്നിടത്ത് വെച്ച് കാണാം. എനിക്കേതായാലും അനിയില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾ അമ്മയോടും അച്ഛനോടും സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പം അത് പറയാം, വേണ്ട, സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ ഉള്ളിലൊക്കെ വാശിയും വൈരാഗ്യവും മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിക്കുകയാണ് നയനയും നവ്യയും കൂടി കേട്ടോ. രാത്രിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഓരോ തമാശകളൊക്കെ പറഞ്ഞും വിവരങ്ങളൊക്കെ പറഞ്ഞും ഒക്കെ പോകുമ്പോഴേക്കും നയന ചോദിക്കുകയാണ്, അമ്മേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നന്ദുമോൻ്റെ വിവാഹത്തെക്കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താ? നവീനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചോ? എന്നത്തേക്ക് ഉണ്ടാവുമെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ കനക പറയാം, അതെ, നവീൻ മോൻ്റെ അച്ഛൻ ഓണത്തിന് വരും. ആ സമയത്ത് തന്നെ നമുക്ക് വിവാഹം നടത്തണം. നിശ്ചയമൊന്നും നടത്തേണ്ട കാര്യമില്ല, അല്ലാതെ വിവാഹമായിട്ട് തന്നെ അങ്ങ് നടത്തി വിടാം, അതായിരിക്കും നല്ലത് എന്ന് പറയണം. അപ്പോഴേക്കും നവ്യ പറയാം, ആഹാ, അതെല്ലാം നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഇവളുടെ ഇഷ്ടം നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും കനക പറയാം, അവളുടെ ഇഷ്ടം ഇപ്പം ചോദിക്കാൻ എന്താ? അവൾക്ക് ആ അനിയെ വിവാഹം കഴിക്കാൻ തന്നെയേ ഇഷ്ടമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അനന്തപുരിയിൽ ആർക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ല. അതുപോലെ തന്നെ ജാനകിയാണ് ഇവളെ മരുമകളായിട്ട് സ്വീകരിക്കുകയില്ല. അങ്ങനെയുള്ളപ്പം എത്ര നാളാണ് ഇവള് കാത്തിരിക്കുന്നത്? അത് തന്നെയല്ല അനി, അവനൊരു ധൈര്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങൾക്കും അങ്ങോട്ട് കെട്ടിച്ചു വിടാനായിട്ട് യാതൊരു താല്പര്യമില്ലെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ രണ്ടുപേരും അനന്തപുരിയിലെ മരുമക്കളായിട്ട് ചെന്നതിൻ്റെ പേരിൽ ഞാൻ എന്തുമാത്രം നാണം കിട്ടുന്നത് നിങ്ങൾക്കറിയില്ലേ? അപ്പോഴേക്കും നവി പറയുന്നുണ്ട്, അതൊക്കെ അമ്മയുടെ അത്യാർത്തിയുടെ ഫലമാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ മരുമകളായിട്ട് ചെന്നത്. അന്നേരത്തേക്കും നവ്യയുടെ നേരെ കനക, അതേടി അതെ, അത്യാർത്തിയുടെ ഫലമാണ്. നിനക്കറിയാലോ, നിന്റെ സ്വഭാവം കൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായത്. നീ അന്ന് തന്നെ ആദർശനെ സ്നേഹിച്ച് വിവാഹം കഴിക്കാനിരുന്നല്ലേ, എന്നിട്ട് അബിയുടെ തലയിൽ ചെന്ന് കയറുകയല്ലായിരുന്നോ ഉണ്ടായത്? നിന്റെ അത്യാർത്തി കൊണ്ടാടി നിനക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറയാം. അപ്പോൾ ഉടനെ നന്ദു പറയുന്നുണ്ട്, ഒന്ന് നിർത്താമോ? ഇവർ 2 ദിവസം ഇവിടെ സന്തോഷമായിട്ട് നിൽക്കാൻ വന്നപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ വിഷമിക്കണ്ട. വിട്, എൻ്റെ കാര്യം എന്തെങ്കിലും ആകട്ടെ. ഇനിയിപ്പം ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ചൊന്നും നിങ്ങളത് സംസാരിക്കാൻ പോകണ്ട. അതെങ്ങനെയായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരിക്കലും നവീനേട്ട ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഇനിയിപ്പോൾ അത് വിട്. 2 ദിവസം ചേച്ചിമാർ വന്ന് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് അങ്ങ് നിൽക്കാമെന്ന് പറയാം. അങ്ങനെ അവർ ആ സംസാരമൊക്കെ നിർത്തുകയാണ് കേട്ടോ. അതിനുശേഷം അവർ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ്, അടുത്ത ദിവസം നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകാം. പുറത്ത് പോയി പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്ന് പോകണം എന്ന് തീരുമാനിക്കുക. അപ്പം ഗോവിന്ദനോട് പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തൊക്കെ ഒന്ന് പോകാം. എത്ര നാൾ കൂടിയേ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേരുന്നതെന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഓ ഞാനില്ല, നിങ്ങൾ പോയാൽ മതി. കാരണം എനിക്ക് വയ്യ. ഞാൻ ഈ സമയത്ത് ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ എനിക്ക് അത്ര സുഖമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ 4 പേരും കൂടെ പോയിക്കോളാൻ പറയാം. അപ്പം ശരി, എന്നാൽ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കനകയും നവ്യയും നന്ദുവും നയനയും കൂടി പോവാണ് കേട്ടോ. പാർക്കിലൊക്കെ അവരിങ്ങനെ പോവുക. പാർക്കിൽ പോയി എല്ലാവരും കൂടെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അടിച്ചു പൊളിച്ച് നടക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ അബിയാണെങ്കിൽ അബിയുടെ അച്ഛൻ നാഗേന്ദ്രനെ വിളിക്കുന്നുണ്ട്.
നാഗേന്ദ്രനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അപ്പം നാഗേന്ദ്രൻ ചോദിക്കുക, എന്താ? അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ആ അനഘയുടെ കാര്യം. ഇപ്പോഴാണെങ്കിൽ നവ്യ വീട്ടിലില്ല. അവളുടെ വല്യമ്മയുടെ മകളുടെ വിവാഹത്തിന് പോയിരിക്കുക. ആ സമയത്ത് അനഘയുടെ കാര്യത്തിൽ ചില തീരുമാനം എടുക്കണം. ഇനിയിപ്പോൾ നവ്യ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഇപ്പോഴിന്നും കൂടി ഞാൻ അവളോട് സംസാരിച്ചതാ. അപ്പോഴും അവൾ പറയുന്നത് അനഘ സംസാരിക്കാൻ തുടങ്ങട്ടെ, അപ്പോൾ സത്യങ്ങളെല്ലാം എല്ലാവരുടെയും മുഖത്ത് നോക്കി വിളിച്ച് പറയുമല്ലോ ആദർശിൻ്റെ കുഞ്ഞാണെന്ന്. അങ്ങനെയുള്ള സംഭവമല്ല ഉണ്ടാകുന്നതെന്ന് അച്ഛനറിയാമല്ലോ. അനഘ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവൾ എൻ്റെ പേര് വിളിച്ച് പറയും. അതോടുകൂടി നവ്യ എന്നെ കൊല്ലുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അച്ഛാ. എനിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് പറയാം. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറയാണ്, ശരിയാണ്, ആ കാര്യത്തിലൊക്കെ നമുക്കൊരു തീരുമാനം എടുക്കാം മോനെ. അതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാമെന്ന് പറയാം എന്ന് പറഞ്ഞ് ഫോണൊക്കെ വയ്ക്കുക. എന്നിട്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അഭി പോവാണ് നാഗേന്ദ്രനെ കാണാൻ. അപ്പോൾ ഈ ഫോൺ ചെയ്യുന്നത് നമ്മുടെ ജലജ കാണുന്നുണ്ടേ. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, ആരാടാ നിന്നെ വിളിച്ചേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ വലിയ കഷ്ടമായല്ലോ, ആരൊക്കെ എന്നെ വിളിക്കാം, അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്, എന്നെ ആർക്കും വിളിക്കാമല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല നിന്നെ ഇപ്പം വിളിച്ചിട്ട് നീ ഉടനെ തന്നെ വരാമെന്ന് പറയുന്നത് കേട്ടല്ലോ, ആരാ, നിൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കുക. എൻ്റെ അച്ഛനൊന്നും അല്ല, ഞാൻ അച്ഛനെ വിളിക്കാറില്ലെന്ന് പറഞ്ഞില്ലേ. നീ വിളിക്കാറില്ല, നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോടാ. നീ വിളിക്കാറില്ലെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നീ വിളിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അഭി പറയും, ഓ ഇന്ന് വിടമ്മേ, ഞാൻ അച്ഛനെ ഒന്നും വിളിക്കുന്നൊന്നുമില്ല, ഇത്രയും നാളും ഇല്ലാത്ത അച്ഛൻ എനിക്കെന്തിനാ. ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ച് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ ചെല്ലാൻ. ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് പറയാം. ശരി നീ ചെല്ല്, നിൻ്റെ അച്ഛനെങ്ങാനെ കാണാൻ പോയെന്ന് ഞാൻ അറിഞ്ഞോണ്ടല്ലോ, അതോടെ എല്ലാം ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയാണ്. ജലജയ്ക്ക് അത്രയ്ക്ക് ദേഷ്യമാണ് നാഗേന്ദ്രനോട് കേട്ടോ. അങ്ങനെ അഭി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് വണ്ടിയൊക്കെ എടുത്തിട്ട്. അപ്പം ജലജ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുക. എന്നിട്ട് ജലജ മനസ്സിലാലോചിക്കുക, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവനിപ്പോൾ ഫ്രണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് കാണാൻ പോയത് ആ നാഗേന്ദ്രനെ ആയിരിക്കും, അല്ലാതെ ആരെയും ആയിരിക്കില്ല. അവനെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, അവനെ തന്നെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞ് ജലജയും അതിൻ്റെ പുറകെ ഒരു വണ്ടിയിൽ പോവാണ്. അപ്പോൾ അഭി ഇങ്ങനെ പോയി അവിടെ ഒരു പാർക്കിൽ ചെന്നിട്ട് അവിടെ നാഗേന്ദ്രനുമായിട്ട് സംസാരിച്ചിട്ട് നിൽക്കുകയാണേ. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ പറയാണ്, അനഘയെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചും ഓണം സെയിലിനെ കുറിച്ചിട്ടും ഒക്കെയാണ് പറയുന്നത്. ആനന്ദപുരിക്കാർ ഓണം സെയിലിന് കുറച്ചധികം പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് കപ്പിൻ്റെ പ്രവചന മത്സരത്തിൻ്റെ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ ഫംഗ്ഷൻ തന്നെയാണ് നടത്തുന്നത്. ഒരുപാട് പരസ്യമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നയനാസ് കളക്ഷനിലൊക്കെ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട്, നമുക്കതിനെയൊക്കെ വെട്ടിക്കണം എന്നൊക്കെ നാഗേന്ദ്രനോട് പറയുക. അപ്പം നാഗേന്ദ്രനും പറയുന്നുണ്ട്, അത് ശരിയാണ്, അതിലുമൊക്കെ നന്നായിട്ട് നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പണിക്കൂലി ഇല്ലാതെ കൊടുക്കുന്നത്. അനന്തപുരിക്കാർ മൂർത്തി ജ്വല്ലറിക്കാർ അത് ചെയ്യുന്നില്ല, അവർക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കള്ള സ്വർണ്ണം ടാക്സ് വെട്ടിച്ച് ഒരുപാട് കിട്ടുന്നതുകൊണ്ട് പണിക്കൂലി ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോഴാണ് അനഘയുടെ കാര്യം പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ശരി, അനഘയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കനകയും നവ്യയും നന്ദുവും എല്ലാവരും കൂടി പാർക്കിലുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴേക്കും കാണുന്നത് നാഗേന്ദ്രനും അഭിയും കൂടി സംസാരിക്കുന്ന. ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട്, ദേ നോക്കിക്കേ അഭി, അവൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കുന്ന കണ്ടോ, അവൻ കാണുന്നു സംസാരിക്കുന്നുമില്ലെന്നാണ് വീട്ടിൽ അവൻ്റെ അമ്മയോട് പറയുന്നത്. എന്തൊക്കെയോ പ്ലാൻ ചെയ്യുക, അനന്തപുരിത്താരെ തകർക്കാനും മൂർത്തി ജ്വല്ലറിയെ തോൽപ്പിക്കാനുമുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുക. അപ്പോൾ കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ശരിയാ, മൂർത്തി ജ്വല്ലറി തോൽപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെ തന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുക. അങ്ങനെ ആകുമ്പം ഉടനെ നന്ദു പറയുന്നുണ്ട്, അതുമാത്രമല്ല, അതേ കേട്ടില്ലേ, അനഘയുടെ കാര്യം പറയുന്നത് കേട്ടില്ലേ എന്ന് പറയുമ്പം നവ്യ ശ്രദ്ധിക്കുക. നവ്യ പറയുന്നുണ്ട്, പാവം അനഘയെ ഇല്ലായ്മ ചെയ്യാൻ കൂടിയാണ് അവർ ശ്രമിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. ഒരിക്കലും അനഘയെ അവനൊന്നും ചെയ്യാൻ പറ്റരുത്. അനഘയെ തൊടാൻ പോലും അവനെ ഞാൻ സമ്മതിക്കില്ല. അനഘ സുഖമാകണം. അനഘയുടെ നാവിൽ നിന്ന് തന്നെ എല്ലാവരും ഈ സത്യങ്ങൾ അറിയണം. ഒരു കേസൊക്കെ ഫയൽ ചെയ്ത് ഇവനെ അകത്തെടുത്തിടണം. ഒരിക്കലും ഇവൻ പുറലോകം കാണരുത്. അനന്തപുരി തറവാട്ടിൽ നിന്നുകൂടി മുത്തശ്ശൻ ഇവനെ പുറത്താക്കണം. അനഘയും കുഞ്ഞും അനന്തപുരി തറവാട്ടിൽ ജീവിക്കേണ്ടത് എന്നൊക്കെ നവ്യ പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ശരിയാ ചേച്ചി, അനഘയ്ക്ക് നീതി കിട്ടണം, ആ കുഞ്ഞിനും നീതി കിട്ടണം. ദേ അവൻ്റെ ദുഷ്ട മനസ്സ് ഇപ്പം അവൻ്റെ അച്ഛനോട് പറയുന്ന കേട്ടില്ലേ, അനഘയെ ഇല്ലാതാക്കണമെന്ന്. അക്കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണം. അപ്പോൾ നവ്യ പറയാം, അവൻ എന്തെങ്കിലും ചെയ്യുമോടാ, അനഘയെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, അനഘയെ ഒന്ന് തൊടാൻ പോലും അവന് പറ്റിയല്ല. കാരണം അതുപോലുള്ളൊരു സെക്യൂരിറ്റി തന്നെ ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ അനഘയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെ കയറി അനഘയെ കൊല്ലാനൊന്നും ശ്രമിക്കില്ല. ഒരു നേഴ്സിനെ വിട്ട് മരുന്ന് കുത്തിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതാ. കയ്യോടെ ആദർശേട്ടൻ അത് പിടിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജലജ കാറിൽ വന്ന് അവിടെ നിൽക്കുക.
ഇവർ അന്തം വിട്ട് നോക്കുകയാണ്. അഭിയും നാഗേന്ദ്രനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലജ കാറിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് നേരെ അഭിയുടെ അടുത്ത് വന്നേച്ച് അഭിയെ വിളിച്ചിങ്ങ് നിർത്തി ചോദിക്കുക, എടാ ഇതാണോടാ നിൻ്റെ ഫ്രണ്ട്? ഈ ഫ്രണ്ടിനെ കാണാനാണോടാ നീ വന്നേന്ന് ചോദിച്ചു ഒറ്റ ഒരെണ്ണം കാരണത്തിൻ്റെ തീർത്ത് കൊടുക്കുക. അഭി അന്തം വിട്ട് സാധാരണ അടി കൊണ്ട് നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുക. അപ്പോൾ നാഗേന്ദ്രനും ഉണ്ട്. അപ്പോൾ ഉടനെ ജലജ പറയുന്നുണ്ട്, എടാ ഈ ഒരു കളിക്കാൻ നീ വന്നെങ്കിലുണ്ടല്ലോ അവിടെ വെച്ച് ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിച്ചേക്കണം. നിൻ്റെ അനന്തപുരിയിലെ വാസം കൂടി അങ്ങ് അവസാനിപ്പിച്ചേക്കണം. നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ പൊക്കോണം. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇയാളെ കാണാൻ വരരുതെന്ന്. എന്നിട്ടും നിൻ്റെ ഫ്രണ്ടിനെ കാണാനാന്ന് പറഞ്ഞ് നീ ഇയാളെ കാണാനല്ലേ വന്നത് എന്ന് ചോദിച്ച് തുള്ളു വിറയ്ക്കുകയാണേ. എന്നിട്ട് അടിയും കൊടുത്തിട്ട് പോവുക. ഇയാളുമായിട്ടുള്ള ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞിട്ട് ജലജ പോകുന്നുണ്ടേ. അപ്പം ഇതൊക്കെ മറ്റവർ മുകളിൽ നിന്ന് കാണുന്നുണ്ട്, ഇത്രയും സംഘർഷവും സംഭവങ്ങളും എല്ലാം. ജലജ അങ്ങനെ തുള്ളിച്ചാടി ഇങ്ങ് പോവാണ്. അപ്പോൾ പിന്നെ നാഗേന്ദ്രൻ വന്നിട്ട് അഭിയോട് പറയുന്നുണ്ട്, അഭി അത് അവൾക്ക് നല്ല ദേഷ്യമായിട്ടുണ്ട്, നീ തൽക്കാലം അങ്ങോട്ട് തന്നെ പൊക്കോ, എന്നെ ഇനി കാണാനൊന്നും നീ അധികം വരണ്ട, അവളെ വെറുപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറയാം. അങ്ങനെ അഭിയും പോകുന്നുണ്ടേ. അങ്ങനെ ആ സംഭവങ്ങൾക്കൊക്കെ ശേഷം നമ്മുടെ നവീൻ കല്യാണം ഉറപ്പിച്ചു. കല്യാണമായി. തലേദിവസം കല്യാണമൊക്കെ എല്ലാവരും ഉണ്ട്. നവീൻ നൈനിയും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് സമയത്ത് നമ്മുടെ ജലജയ്ക്ക് നല്ല അസൂയുണ്ട് കേട്ടോ. ജലജ പറയുന്നുണ്ട്, എങ്ങനെയാണേലും അനിയുടെ തലേന്ന് അവൾ ഓരിപ്പോയെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അവൾക്ക് കിട്ടുന്നത് നല്ലൊരു ആലോചനയാണ് നവീൻ്റെ. എത്ര വിളിച്ച് പറഞ്ഞാൽ ഇത് മുടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവൻ്റെ അസ്ഥിക്ക് പിടിച്ച പ്രേമമല്ലേ. എന്തായാലും അവൻ്റെ അമ്മയെ വിളിച്ച് 2 വർത്തമാനം പറയാം, ഇത് മുടക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് മുടക്കിയേക്കാം എന്നും പറഞ്ഞ് ജലജ വിളിക്കുന്നുണ്ട് നവീൻ്റെ അമ്മയെ. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദുവിനെ കുറിച്ച് കുറേ കുറ്റങ്ങൾ പറയാണ്. അനിയുമായിട്ട് അവിഹിത ബന്ധമുണ്ട്, അതുകൊണ്ടാണ് അനാമിക പിണങ്ങിപ്പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലൊരിതാവും. ഓൾറെഡി അവർക്ക് നന്ദുവിനെ അത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അവർ നവീനോട് പറയുന്നുണ്ട്, എടാ ഈ വിവാഹം വേണ്ടടാ, ഇത് നടക്കണ്ട, ഇത് നിനക്ക് ചേരുന്ന പെണ്ണല്ല, അവളുടെ സ്വഭാവം അത്ര ശരിയല്ലെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു, അവളും ആ അനിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് ഞാൻ അറിഞ്ഞെന്ന് പറയാം. അപ്പം നവീൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, അനിയും അവളും തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള വിവരം എനിക്കും അറിയാം, അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനും ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് പറയാം. നാണം കെട്ടവനെ, എന്നിട്ട് നിനക്ക് അവളെ തന്നെ വേണമല്ലേ, അവൾക്ക് എത്ര കാമുകന്മാരുണ്ടാ എന്നൊക്കെ ചോദിക്കുകയാണ്. നവീൻ പറയുന്നുണ്ട്, അമ്മേ ഇന്ന് വിവാഹമല്ലേ, നടക്കട്ടെ, നിങ്ങളെല്ലാവരും കൂടെ ആലോചിച്ച് ഉറപ്പിച്ചല്ലോ, അതങ്ങ് നടക്കും എന്ന് പറയാണ്. എന്നിട്ട് നവീൻ നേരെ പോയി അനിയെ കൂട്ടിക്കൊണ്ട് വന്ന് വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുക. അനി വരുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നന്ദുവിൻ്റെ വിവാഹമല്ലേ, അനിയെ കൂട്ടിക്കൊണ്ട് പോവുക. വിവാഹ മണ്ഡപത്തിലാണെങ്കിൽ നന്ദുവിനെ ഒരുക്കി നവിയും നയനയും എല്ലാവരും കൂടെ നിൽക്കുക, എങ്ങനെയെങ്കിലും നടക്കുക. അപ്പം അതേസമയം നന്ദുവിനാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ട് നന്ദു ഇരിക്കുക. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പം നവി നേരെ അനിയെ കൊണ്ട് നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോവാണ്, ഇതെന്താ ഈ സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, ഇതാ സംഭവിക്കേണ്ടത്, ഇനിയിപ്പം ഞാൻ ഇവളെ വേണ്ടെന്ന് പറഞ്ഞാലും ഇവരുടെ അമ്മയും അച്ഛനും മറ്റൊരു പയ്യനെ ആലോചിച്ച് വിവാഹം നടത്തി കൊടുക്കും, അത് നടക്കരുത്. ഇവർ രണ്ടുപേരുമാണ് സ്നേഹിക്കുന്നത്, അവർ രണ്ടുപേരും ഒന്നാണ്. അതിനൊരു മാർഗം ഞാൻ കണ്ടുവച്ചത് ഇത് തന്നെയാണ്. പിന്നെ ഇവരെ ഇത്തിരി ടെൻഷൻ അടുപ്പിക്കണമായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവർ സത്യങ്ങളൊന്നും എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയേനെ. അതുകൊണ്ട് ഇവരെ ഒന്ന് കുരങ്ങ് കളിപ്പിക്കാൻ കൂടി തീരുമാനിച്ചാന്ന് പറയാം. അപ്പം നമ്മുടെ ആദർശന് നയനിക്കും നവിക്കും ഒക്കെ സന്തോഷമാവുകയാണ്. അവരൊക്കെ പറയുന്നുണ്ട്, അവർ സ്നേഹിക്കുന്നുണ്ട്, ഇവർ ഒന്നാകണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, അയ്യോ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇവരിനി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് അനന്തപുരി ചെല്ലുമ്പോൾ ജാനകി അവരെ അവിടെ കയറ്റുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, ആര് കയറ്റിയാലും ഇല്ലേലും ഇവരവിടെ താമസിക്കുമെന്ന് പറയാം. അങ്ങനെ നയനയും നവിയും കൂടി കൂട്ടിക്കൊണ്ട് പോവാണ്, അനീനെയും നന്ദുവിനെയും കൂടെ കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ജാനകി ഈ വിവരം അറിഞ്ഞിട്ട് നിൽക്കുക. ജലജയും ജാനകിയും അജയനും ഒക്കെ. ഉടനെ ജാനകി അവിടെ കിടന്ന് തുള്ളുക, എന്തൊക്കെയാണ് നടക്കുന്നത് കണ്ടോ, അവരെല്ലാവരും കൂടെ ഒത്തോണ്ട് ചെയ്തതാ വിവാഹം എന്നൊരു പേര് വെച്ചിട്ട് പനിയെ കൂട്ടിക്കൊണ്ട് പോയി അവളുടെ കഴുത്തിൽ അവനെ കൊണ്ട് താലി കെട്ടിച്ചു, അവൻ്റെ അച്ഛനും അമ്മയും പോലും ഇല്ലാതെ. ആരോടാലോചിച്ചിട്ടാണ് ഇത് നടത്തിയത്, ഇതേ സംഭവിക്കുകയുള്ളതെന്നറിയാം. ആ നവിയും നയനയും അവളുടെ അനിയത്തിയെ കൂടി ഇങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള പണിയായിരുന്നു. എന്തായാലും ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രണ്ടും ഇവിടെ താമസിക്കില്ല, എനിക്ക് എൻ്റെ കൺവെട്ടത് വരരുത് എന്നൊക്കെ പറഞ്ഞ് ജാനകി തുള്ളിച്ചാടുക. അപ്പോൾ അജയനും പറയുന്നുണ്ട്, അതെ ശരിയാ, അവൾ കാണിച്ച തെറ്റ് തന്നെയാണ്, ഏടത്തിയൊക്കെ അവിടെ ഉണ്ടായിട്ട് കൂടി ഒന്ന് വിളിച്ച് ചോദിക്കുക പോലും ചെയ്തില്ല, അങ്ങനെ അവരുടെ തന്നിഷ്ടത്തിന് വിവാഹം കഴിച്ച് ഇവിടെ വന്ന് താമസിക്കാമെന്ന് അവർ വിചാരിക്കുകയും വേണ്ട, അവനെപ്പോലെ ഒരു മകൻ ഇന്നെന്നങ്ങ് വിചാരിക്കാം എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവർ വന്നു കഴിയുമ്പോഴേക്കും ഇവരെ ഇറക്കി വിടുകയാണ് ജാനകിയും അജയനും കൂടെ കേട്ടോ. പറയുന്നുണ്ട്, ഇവിടെ പറ്റിയല്ല, ഇങ്ങനെ ഇവിടെ താമസിപ്പിക്കത്തേ ഇല്ല എന്ന് പറയാണ്.
ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയാണ്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ താമസിക്കുകയല്ല, ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇങ്ങനെ ഒരു വിവാഹം നടത്തിക്കൊണ്ട് ഇവിടെ വന്നത് വളരെ മോശമായിപ്പോയി, ഇത് നിങ്ങളുടെ തന്ത്രമല്ലേ എന്ന് ചോദിക്കുക. ഇറങ്ങിക്കോണം രണ്ടും എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് നന്ദുവിനോട്, നന്ദു ബാ, ഇവിടെ തന്നെ ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, എവിടെയെങ്കിലും ഒരു വാടക വീടെടുത്ത് നമുക്ക് തൽക്കാലം ജീവിക്കാമെന്ന് പറയാണ്. അങ്ങനെ അനിയും നന്ദും വളരെ വിഷമത്തോടു കൂടി ബാഗൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ നയനയും ദേവയാനിയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ട്. തടയാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അനിയെ. മുത്തശ്ശി പറയുന്നുണ്ട്, അനിയെ നീ പോകരുത്, നിനക്കിവിടെ താമസിക്കാം. വേണ്ട മുത്തശ്ശ, ഞാനിവിടെ താമസിക്കുന്നില്ല. നിന്ന് കഴിഞ്ഞാൽ അമ്മ ഇതുപോലെ പലതും പറയും. ഞങ്ങൾക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കണം. ഏതെങ്കിലും ഒരു ചെറിയ വീട്ടിലാണേലും ഞങ്ങൾ ജീവിച്ചോളാം. ഈ അനന്തപുരി തറവാട്ടിലും കൊട്ടാരത്തിലും ഒന്നും ജീവിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. ഞങ്ങളുടെ മനസ്സുകൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാ, അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങ് ജീവിക്കും എന്ന് പറഞ്ഞ് അവരിറങ്ങി പോവാണ്. അങ്ങനെ അനിയും നിന്നും കൂടെ വേറൊരു വീടെടുത്ത് താമസിക്കാനൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അടിപൊളി എപ്പിസോഡുകൾ വരാനുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്